കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BCOM BBA BSC BA-കാരുടെയൊക്കെ തന്നെ 5th സെമസ്റ്ററിലെ ഓപ്പൺ കോഴ്സ് ആയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് കേരള റിനൈസൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടോട്ടൽ ഒരു ഓവർവ്യൂ പോലെ നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള കേരള റിനൈസൻസ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ ആ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ ആ സമയത്ത് ഒരു 18th 19th സെഞ്ച്വറിയിൽ ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ മൊഡ്യൂൾ പറയുന്നത്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കേരള റിനൈസൻസിനുള്ള ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ സമയത്ത് 18th 19th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളെയാണ് ഈ ആദ്യത്തെ മൊഡ്യൂളിൽ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ഒരുപാട് കൊടുക്കുന്നില്ല, നമുക്ക് ഓരോ ടോപ്പിക്സ് വേഗം നോക്കാം. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടീഷൻസ് ഓഫ് കേരള സൊസൈറ്റി ഡ്യൂറിങ് 18th and 19th സെഞ്ച്വറി എന്നാണ്. അതായത് 18-19 നൂറ്റാണ്ട് ആ കാലയളവിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ സൊസൈറ്റി എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ആ സൊസൈറ്റി എങ്ങനെയായിരുന്നു 18th 19th സെഞ്ച്വറിയിലെന്ന്. അപ്പോൾ ഡ്യൂറിങ് 18th and 19th സെഞ്ച്വറി കേരള സൊസൈറ്റി were divided into different places like മലബാർ, കൊച്ചിൻ, ട്രാവൻകൂർ എക്സെട്ര അണ്ടർ ഡിഫറെൻറ്റ് കിങ്ഡംസ്. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ ഒരു കാലത്തിൽ നമ്മൾ കേരളത്തിനെ തന്നെ 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്: കൊച്ചിൻ, ട്രാവൻകൂർ, മലബാർ. ഈ 3 പ്രദേശങ്ങളും, അതായത് ഓരോ കിങ്ഡത്തിൻ്റെ രാജഭരണത്തിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. ദ അപ്പർ കാസ്റ്റ് ലൈക്ക് ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ് ആൻഡ് നായർ were enjoyed more privilege. അപ്പോൾ ഇത് നമുക്കറിയാം, അതായത് അപ്പർ കാസ്റ്റ് ആയിരുന്നു കൂടുതലായിട്ട് പ്രിവിലേജ്ഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതിൽ മെയിനായിട്ട് ബ്രാഹ്മിൻസും ക്ഷത്രിയാസും നായരുമാണ് ഉണ്ടായിരുന്നത്. ദ അപ്പർ കാസ്റ്റ് എക്സ്പ്ലോയിറ്റഡ് ദ ലോവർ കാസ്റ്റ്, എസ്പെഷ്യലി ഈഴവാസ് ആൻഡ് മാപ്പിളാസ്. അതായത് അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റുകളെ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈഴവാസ്, മാപ്പിളാസ്, അങ്ങനെ ഒരു ലോവർ കാസ്റ്റിനെ എല്ലാം തന്നെ അവർ വളരെയധികം ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ ദ അപ്പർ കാസ്റ്റ് ഹാഡ് എൻജോയ്ഡ് മോർ പ്രിവിലേജ് ആൻഡ് ബിക്കം ആൻഡ് സുപ്പീരിയർ പവർ. അതായത് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ അധിനിവേശം ഉണ്ടായിരുന്ന സമയത്ത് അവർ കൂടുതലായിട്ടും ഈ അപ്പർ കാസ്റ്റിനെയാണല്ലോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അവരുടെ സപ്പോർട്ടും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കരമായിട്ടൊരു സുപ്പീരിയർ പവറായിട്ട് മാറി. ദ ബ്രിട്ടീഷ് ഫോർ റൂളിംഗ് പൊളിറ്റിക്കൽ ഓർഡർ ഇൻ കേരള സൊസൈറ്റി വിച്ച് ഷുഡ് ഓൺലി വിത്ത് ദ പെർമിഷൻ ഓഫ് ദ അപ്പർ ക്ലാസ്സസ്. അതായത് ആ സമയത്ത് ബ്രിട്ടീഷ് റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് പൊളിറ്റിക്കലി അവർ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവർ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് ഈ അപ്പർ ക്ലാസ്സിൻ്റെ നിന്ന് പെർമിഷൻ എടുത്തിട്ടാണ് അവർ ചെയ്തത്. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ അപ്പർ കാസ്റ്റ് ഈസ് ഫ്രീ ഫ്രം പേയിങ് ടാക്സ്. അതായത് അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാർക്കൊന്നും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഡെത്ത് പെനാൽറ്റി were നോട്ട് അക്സെപ്റ്റബിൾ ടു ദി അപ്പർ കാസ്റ്റ് ബിക്കോസ് ദേ were ദി ജഡ്ജസ്. അതായത് ഡെത്ത് പെനാൽറ്റിയും അപ്പർ കാസ്റ്റിന് ഉണ്ടായിരുന്നില്ല. അപ്പർ കാസ്റ്റ് ക്രിയേറ്റഡ് ദ ലോവർ കാസ്റ്റ് ഹാസ് ഇൻഹ്യൂമൻ. അതായത് അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാർ ഈ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരെ മനുഷ്യന്മാരായിട്ട് പോലും കാണാത്തൊരു സാഹചര്യമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് 18th 19th സെഞ്ച്വറിയിൽ കേരളത്തിൻ്റെ സൊസൈറ്റി. സ്ലേവറി വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ആൻഡ് were existed in കേരള സൊസൈറ്റി ഇൻ ദി 19th സെഞ്ച്വറി. അതായത് അടിമത്വ വ്യവസ്ഥ എന്നൊക്കെ പറയില്ലേ, അടിമ സമ്പ്രദായമൊക്കെ ഒരുപാടുണ്ടായിരുന്ന ഒരു സമയം, അതായത് അത് എക്സിസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു കേരള സൊസൈറ്റിയിൽ 19th സെഞ്ച്വറി എന്ന് പറയുന്ന കാലഘട്ടം. ദ ജന്മീസ് ഹാവ് ദ റൈറ്റ് ടു കിൽ ദി സ്ലേവ്സ്. അതായത് ജന്മികൾക്കായിരുന്നു ഈ സ്ലേവ്സിനെയൊക്കെ കൊല്ലാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എത്ര മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ദ സ്ലേവ്സ് ഡസ് നോട്ട് ഹാവ് എനി റൈറ്റ്സ് ഓർ പ്രിവിലേജസ്. അതായത് സ്ലേവ്സിന് പ്രത്യേകിച്ച് ഈ അടിമകൾക്ക് പ്രത്യേകിച്ച് അവകാശമോ അല്ലെങ്കിൽ ഒരു അധികാരമോ ഒന്നും തന്നെ ആ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നില്ല. ദ ഓണർ ഓഫ് ദ ലാൻഡ് ബൈ ആൻഡ് സെൽ ദ സ്ലേവ്സ് ലൈക്ക് ദ കാറ്റൽസ് ഇൻ ദി മാർക്കറ്റ്. അതായത് സ്ലേവ്സിനെ ഓണേഴ്സ് മാർക്കറ്റിൽ ഈ കന്നുകാലികളെ പോലെ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലൂടെ പറയുന്നത് 18th 19th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ആ സമൂഹത്തിൽ, നമ്മുടെ കേരള സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന അത്രയും മോശമായിട്ടുള്ളൊരു അവസ്ഥയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ 5 മാർക്കിന് ക്വസ്റ്റിന് ചോദിക്കാവുന്നതാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്. ദ ഈഴവാസ് ആൻഡ് അതർ ലോവർ കാസ്റ്റ് were നോട്ട് അലൗഡ് ടു ഇന്റർ മാരേജ്. അതായത് ഇന്റർ കാസ്റ്റ് മാരേജസ് ഒന്നും അവിടെ അപ്രൂവ്ഡ് ആയിരുന്നില്ല ആ സമയത്ത്. ദി ബാക്ക്വേർഡ് കാസ്റ്റ് ആർ റെസ്ട്രിക്റ്റഡ് ഫ്രം ദി പാർട്ടിസിപ്പേറ്റിംഗ് ഹിന്ദു ഫെസ്റ്റിവൽസ്, റിച്വൽസ്, അങ്ങനെ പറയാം. അതായത് ഈ കാസ്റ്റിലുള്ള താഴേക്കിടയിലുള്ള ആൾക്കാർക്കൊന്നും പൊതുവായിട്ട് നടക്കുന്ന ഒരു കാര്യങ്ങളിലും പങ്കെടുക്കാനുള്ള അവകാശം പോലും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് കേരളത്തിൻ്റെ 18th 19th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന കേരള സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ വളരെയധികം ഷോർട്ടാക്കി കുറച്ച് പോയിൻറ്റ്സോട് കൂടിയിട്ടാണ് പറഞ്ഞത്. എക്സാമിന് എഴുതുമ്പോൾ കുറച്ചുകൂടി വലുതാക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ബോട്ട് ബൈ ദി യൂറോപ്യൻസ് പാശ്ചാത്യ വിദ്യാഭ്യാസം കൊണ്ടുവന്നു. ദ ലോവർ കാസ്റ്റ് പീപ്പിൾ വാണ്ടഡ് ടു പേ ടാക്സ് ഫോർ അറേഞ്ചിങ് മാരേജ് ഇൻ ദെയർ ഹൗസ്. ലോവർ കാസ്റ്റ് പീപ്പിൾ വാണ്ടഡ് ടു പേ ഹൗസ് ടാക്സ് ഈവൻ ദോ ദേ ആർ ലിവിങ് ഇൻ എ ഹട്ട്. അതായത് ലോവർ കാസ്റ്റ് പീപ്പിളുള്ള ആൾക്കാർക്ക് ടാക്സ്, അതായത് ഒരു മാരേജ് നടത്തണമെങ്കിൽ പോലും അല്ലെങ്കിൽ അവരൊരു കുടിലാണ് താമസിക്കണമെങ്കിൽ പോലും ഹൗസ് ടാക്സ് വരെ നൽകേണ്ടി വന്നു. അതായത് ഭൂനികുതി പോലെ തന്നെ അവരെ വീടിന് വേണ്ടിയിട്ടും ടാക്സ് നൽകേണ്ടി വന്നു. The poor people also wanted to pay tax for each and everything they buy. അവർ വാങ്ങുന്ന ഏതൊരു ചെറിയ സാധനമാണെങ്കിൽ പോലും, അത് ഡെയിലി ലിവിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങുന്ന സാധനമാണെങ്കിൽ പോലും അതിനും വരെ ടാക്സ് കൊടുക്കേണ്ടി വന്നു. There were no equality in the society. സൊസൈറ്റിയിൽ യാതൊരുവിധ സമത്വവും ഉണ്ടായിരുന്നില്ല. Lower caste should move away from the path where the upper caste are coming, otherwise they are punished. അതായത് അപ്പർ കാസ്റ്റ് വരുന്ന വഴി കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർ മാറിപ്പോണം. അങ്ങനെ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ വഴിയിൽ നിന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് ഉണ്ടാവും. ദ ലോവർ കാസ്റ്റ് പീപ്പിൾ ഇൻക്ലൂഡിങ് വിമൻസ് ഡസ് നോട്ട് ഹാവ് ദ റൈറ്റ് ടു ഡ്രസ് പ്രോപ്പർലി. ശരിയായിട്ട് രീതിയിൽ വസ്ത്രം ധരിക്കാൻ പോലും താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ദ റൈറ്റ് ടു ഡ്രസ് പ്രോപ്പർലി ഈസ് ഓൺലി ഫോർ ബ്രാഹ്മിൻസ്. ബ്രാഹ്മിൻസിന് മാത്രമാണ് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. The women of the lower caste do not have the right to cover their breast. അപ്പോൾ നമുക്കറിയാം, മാറു മറയ്ക്കാനുള്ള അവകാശം പോലും ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല, ലോവർ കാസ്റ്റിലുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ അന്നത്തെ സമൂഹം the women of the lower caste do not have the right to cover their breast. മാറു മറയ്ക്കാനുള്ള അവകാശം പോലും താഴ്ന്ന ജാതിക്കാർക്ക്, സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. 18th 19th സെഞ്ച്വറി സമയത്ത് കേരള സമൂഹത്തിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ഒരു പോയിന്റ്സിലൂടെ നമ്മൾ വ്യക്തമാക്കിയത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-6 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് എല്ലാം തന്നെ ഉൾപ്പെടുത്തി മാക്സിമം ഇലാബറേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കാം. ദി റീസൺസ് ഫോർ ദി അഡ്വാൻസ് ഓഫ് സൊസൈറ്റി. അതായത് സൊസൈറ്റിയിൽ പുരോഗതി വരാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ അതിന് കുറച്ച് കാരണങ്ങളായിട്ടുണ്ട്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്, അതിന് ഓവർകം ചെയ്യുകയാണെന്നുണ്ടല്ലോ. അപ്പോൾ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് സൊസൈറ്റി പുരോഗതിയിലേക്ക് എത്തിയത്. എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററേറ്റ് ഐഡിയ ഫ്രം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ അത് ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ ഇടയിൽ വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ തന്നെ എഴുത്തിൻ്റെയും ഒക്കെ തന്നെ പ്രാധാന്യം സ്പ്രെഡായി തുടങ്ങി. ദ ലോവർ കാസ്റ്റ് ഡു നോട്ട് ഹാവ് ദ റൈറ്റ് ടു എൻ്റർ ഇൻ ടു ടെമ്പിൾസ് ആൻഡ് സ്കൂൾസ്. ദേ ആർ ഓൾസോ റെസ്ട്രിക്റ്റഡ് ഫ്രം വാക്ക് ഇൻ ദി ടെമ്പിൾ റോഡ്. ആ ഒരു സമയത്ത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് അമ്പലങ്ങളിലോ സ്കൂളുകളിലോ അതുപോലെ തന്നെ ടെമ്പിൾ റോഡുകളിലോ നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അൺടച്ചബിലിറ്റി ആൻഡ് അൺഓപ്പർച്യൂണിറ്റി വർ ഹൈ. ആ ഒരു സമയത്ത് തൊട്ടുകൂടായ്മ അതുപോലെ തന്നെ അൺഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളില്ലായ്മയൊക്കെ തന്നെ വളരെയധികം ഹൈയിൽ നിൽക്കുമായിരുന്നു. ദർ വർ സബ് കാസ്റ്റസ് ഇൻ വൺ പർട്ടിക്കുലർ കാസ്റ്റ്. ഒരു കാസ്റ്റിൽ തന്നെ സബ് കാസ്റ്റുകൾ ധാരാളം, അതിൻ്റെ താഴേക്ക് മറ്റ് കാസ്റ്റുകൾ ഉണ്ടായിരുന്നു. ദർ വർ നോ ഇൻ്റർ മാരേജ് ആൻഡ് ഇൻ്റർ കാസ്റ്റിംഗ് ഇൻ ദിസ് സബ് കാസ്റ്റ്. അതായത് ഈ സബ് കാസ്റ്റുകൾ ഒന്നും തന്നെ, ഒരു കാസ്റ്റിൻ്റെ അണ്ടറിലാണ് ഈ സബ് കാസ്റ്റുകളൊക്കെ വരുന്നത്. പക്ഷേ ആ സബ് കാസ്റ്റിൻ്റെ ഇടയിൽ പോലും ഇൻ്റർ മാരേജോ അല്ലെങ്കിൽ ഇൻ്റർ ഡൈനിങ്ങോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഈ ഇൻ്റർ കാസ്റ്റ് മാരേജോ ഒന്നും തന്നെ നടക്കാൻ പാടില്ലായിരുന്നു. പൊളിറ്റിക്കലി റിഫോംഡ് പവേഴ്സ് ഇൻ കേരള, അതാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. ദ ലീഡിംഗ് പവേഴ്സ് ആർ പോർച്ചുഗീസ്, ജ്യൂസ് ആൻഡ് ബ്രിട്ടീഷ്. അതായത് കേരളത്തിൽ വന്നിട്ടുള്ള ലീഡിംഗ് പവേഴ്സ് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരും ജ്യൂസും ബ്രിട്ടീഷുകാരുമായിരുന്നു. മോസ്റ്റ് സുപ്പീരിയർ പവർ വാസ് ദ ബ്രിട്ടീഷ്. അത് ഏറ്റവും സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. സ്ലേവറി വാസ് അറ്റ് ഹൈ. ആ സമയത്ത് അടിമത്ത വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത്, അടിമത്തം ഭയങ്കരമായിട്ട് ഹൈയിൽ നിൽക്കുന്ന സമയമായിരുന്നു. എക്കണോമിക് റിഫോംസ് വർ ഇൻ കൊച്ചി, ട്രാവൻകൂർ ആൻഡ് മലബാർ. അതായത് ചെറിയ എക്കണോമിക് റിഫോംസ് ഒക്കെ കൊച്ചി, ട്രാവൻകൂർ, മലബാർ എന്നീ പറയുന്ന രാജ്യഭരണ പ്രദേശത്തൊക്കെ തന്നെ നടപ്പിലാക്കാൻ തുടങ്ങി. പ്രൊഹിബിറ്റിംഗ് ഓർ റിമൂവിങ് ദീസ് റിഫോംസ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് വെസ്റ്റേൺ ജുഡീഷ്യൽ സിസ്റ്റം ബൈ ദി ബ്രിട്ടീഷ്. അപ്പോൾ ആ എക്കണോമിക് റിഫോംസിനെ എല്ലാം തന്നെ തടയുകയും റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആര്? ബ്രിട്ടീഷുകാർ. എന്നിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വെസ്റ്റേൺ ജുഡീഷ്യൽ സിസ്റ്റമാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം
They introduced civil code and criminal code. ഫെഡറൽ സിസ്റ്റം, ഫോഴ്സ് ലേബർ, ടാക്സ് വർ എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദാറ്റ് പെർട്ടിക്കുലർ പീരീഡ്. അതായത് ചെറിയ റിഫോംസ് എല്ലാം നടക്കുന്ന ഈ സമയത്ത് അവർ സിവിൽ കോഡും ക്രിമിനൽ കോഡും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നീട് ഫെഡറൽ സിസ്റ്റം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ലേബറും ടാക്സും കാര്യങ്ങളൊക്കെ ആ സമയത്തും സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇൻട്രൊഡ്യൂസ്ഡ് വേജസ് ടു ലേബർ, അതായത് ചില തൊഴിലുകൾക്കൊക്കെ തന്നെ അവർ വേതനം നൽകാൻ വേണ്ടി തുടങ്ങി. ദ യൂറോപ്യൻ ചേഞ്ച് ദ സ്റ്റൈൽ ഓഫ് ഡ്രസ് ഓർണമെൻറ്റ്സ് ടു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റീസ്. അതായത് യൂറോപ്യൻസ് വന്ന ശേഷം ഈ ചില പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീസിലേക്ക് വേണ്ടിയിട്ട് അവർ പല ഡ്രസ്സുകളും ഓർണമെൻറ്റ്സും, അതായത് അവരുടെ ഇപ്പോൾ ജാതിപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിനൊക്കെ തന്നെ പലതരത്തിലുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. മിഷനറീസ്, പ്രസ്, പ്രിൻറ്റിംഗ് എക്സെട്ര വർ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് പീരീഡ് ഓഫ് പോർച്ചുഗീസ്. അതായത് പോർച്ചുഗീസുകാർ വന്ന സമയത്ത് ധാരാളം മിഷനറീസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രസ്, പ്രിൻറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മിഷനറീസ് ഇൻ ടു കൺവേർട്ട് ദ പീപ്പിൾ ഫ്രം ലോവർ കാസ്റ്റ് ടു ക്രിസ്ത്യാനിറ്റി. ഈ മിഷനറീസിൻ്റെ ഒക്കെ തന്നെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരെയൊക്കെ തന്നെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യിക്കുക. സോ ഫാർ ടു എൻഷുർ ദീസ് കൺവേർഷൻ ദേ ഇൻട്രൊഡ്യൂസ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രിൻറ്റിംഗ്. അപ്പോൾ അവർ ഈ ഒരു കൺവേർഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത്, എഡ്യൂക്കേഷനും പ്രിൻറ്റിങ്ങും ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് പ്രിൻറ്റിംഗ് പ്രസ് ഇൻ ഇന്ത്യ 1556 ഗോവയിൽ ഉണ്ടായിരുന്നതാണ്. അത് സ്പാനിഷ് മിഷനറീസാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഫസ്റ്റ് പ്രിൻറ്റിംഗ് പ്രസ് ഇൻ കേരള വൈപ്പിൻ കൊച്ചിയിലായിരുന്നു. അത് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരായിരുന്നു. അതുപോലെ തന്നെ ഡച്ചുകാരും ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആക്കാനൊക്കെ ധാരാളം ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് അബൌട്ട് പ്ലാന്റ്സ് ഇൻ കേരള പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാമിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് ഇതൊക്കെ കൊടുക്കാം. ദ ഫസ്റ്റ് മലയാളം ഡിക്ഷണറി വാസ് പ്രിപ്പയർഡ് ബൈ അർണോസ് പാതിരി. അർണോസ് പാതിരിയാണ് ഫസ്റ്റത്തെ മലയാളം നിഘണ്ടു കൊണ്ടുവന്നത്. അതുപോലെ ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് രാജ്യസമാചാരമാണ്. 1847 ജൂണിലാണ് അത് പബ്ലിഷ് ചെയ്തത്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ബൈ ദ സ്പ്രെഡ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഓൾ ലോവർ കാസ്റ്റ് ഗോട്ട് എഡ്യൂക്കേഷൻ, ഈവൻ ഗേൾസ് ഹാവ് ദ റൈറ്റ് ടു സ്റ്റഡി. അപ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഈ ലോവർ കാസ്റ്റിലുള്ള പീപ്പിൾസിന് എല്ലാവർക്കും കിട്ടിത്തുടങ്ങി. സോ ദ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഗോട്ട് ആൻഡ് ജോബ് ഇൻ കമ്പനി ബൈ മെറിറ്റ് നോട്ട് ബേസ് ആൻഡ് കാസ്റ്റ് ഓർ റിലീജിയൻ. അപ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കമ്പനിയിൽ ജോലി കിട്ടിത്തുടങ്ങി. അതായത് കാസ്റ്റോ റിലീജിയനോ ഒന്നും നോക്കാതെ അവർക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി കിട്ടിത്തുടങ്ങി. By the Western education, many lower caste people were converted into Christianity. ലാർജ് സ്കെയിലിൽ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇൻഹെറിറ്റൻസ് ഉണ്ടായിരുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ചെറിയ മാറ്റങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. കേരളത്തിൻ്റെ ഈ ഒരു ചെറിയ ഭാഗമെങ്കിലും അന്നത്തെ കാലത്തുണ്ടായിരുന്ന പുരോഗമനത്തിന് സഹായിച്ചിട്ടുണ്ടായിരുന്നത് മിഷനറീസാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാവും CMS എന്നൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അന്നത്തെ കാലത്ത് വന്നിട്ടുള്ള ആ മിഷനറീസ് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ, അതായത് അവർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ, അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മിഷനറീസ് എന്ന് പറയുന്നത് LMS, CMS ഒക്കെയാണ്. LMS എന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയാണ്. CMS എന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ച് മിഷൻ സൊസൈറ്റിയാണ്. ചർച്ച് മിഷൻ സൊസൈറ്റിയാണ് ആദ്യത്തെ കോളേജ് കോട്ടയത്ത് സ്ഥാപിച്ചത്. 1821 ഫസ്റ്റ് ഗേൾസ് സ്കൂൾ ഇൻ കോട്ടയം വന്നതും ഈ CMSൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആൻഡ് റോൾ ഓഫ് മിഷനറീസ്, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും നമുക്ക് വരാൻ പോകുന്നത്. ഇൻ ട്രാവൻകൂർ ആൻഡ് കൊച്ചി വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വാസ് സ്പ്രെഡ്. അതായത് മലബാറിൽ മാത്രമല്ല കൊച്ചിയിലും ട്രാവൻകൂറിലും ഒക്കെ തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ആവാൻ വേണ്ടി തുടങ്ങി. ആലപ്പുഴയിലും 1825 ഒരു ഗേൾസ് സ്കൂള് സ്ഥാപിതമായി. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വാസ് ഓൾസോ സ്പ്രെഡ് ഇൻ മലബാർ. മലബാറിൽ നന്നായിട്ട് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്പ്രെഡായി തുടങ്ങി. അതായത് BEM ആണ് അതിന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്നാണ് അതിനെ പറയാം. ദ മിഷനറീസ് ഡെവലപ്ഡ് എഡ്യൂക്കേഷൻ ഇൻ കേരള സൊസൈറ്റി. ദസ് ആക്ടിവിറ്റീസ് ഓഫ് മിഷനറീസ് ഹെൽപ്പ് ടു അപ്ലിഫ്റ്റ് ദ ലോവർ കാസ്റ്റ്. അതായത് ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മിഷനറീസിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനും സാധിച്ചു. ബൈ ദ ആക്ടിവിറ്റീസ് ഓഫ് മിഷനറീസ് ദ ബാക്ക്വേർഡ് പീപ്പിൾ കൺവേർട്ടഡ് ഇൻ ടു ക്രിസ്ത്യാനിറ്റി ഇൻ ലാർജ് സ്കെയിൽ. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ബാക്ക്വേർഡുള്ള ആൾക്കാർ ലാർജ് സ്കെയിലായിട്ട് കൺവേർട്ടായി. ഫസ്റ്റ് ഗവൺമെൻറ് സ്കൂൾ സ്ഥാപിച്ചത് 1834 കേരളത്തിൽ. ആഫ്റ്റർ 3 years സ്കൂൾ സ്റ്റാർട്ടഡ് അറ്റ് കൊച്ചി ആൻഡ് തൃശ്ശൂർ. കൊച്ചിയിലും തൃശ്ശൂരിലും ഒക്കെ തന്നെ
പിന്നീടും ഒരു 3 വർഷത്തിന് ശേഷം ധാരാളം സ്കൂളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. 1856 മഹാരാജാസ് കോളേജ് ട്രിവാൻഡ്രത്തും എറണാകുളത്തും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. 1862 ബ്രണ്ണൻ കോളേജ്, അതായത് തലശ്ശേരി കണ്ണൂരിലെ ബ്രണ്ണൻ കോളേജും ആരംഭിച്ചു. By the second half of the 19th century, Western education spread all over the society. By the impact of missionaries, there is now a separate college for Ayurveda and Science. അതായത് ആയുർവേദത്തിനും സയൻസിനും ഒക്കെ തന്നെ സെപ്പറേറ്റ് കോളേജസുകളൊക്കെ വരാൻ കാരണവും ഈ മിഷനറീസിൻ്റെ ആക്ടിവിറ്റീസ് ആണെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ റോൾ ഓഫ് മിഷനറീസ് ആൻഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ന ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഓരോന്നും സ്ഥാപിതമായിട്ടുള്ള വർഷവും ഏതൊക്കെ കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ എല്ലാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് റിഫോംസ് ഓഫ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, അതായത് അനന്തരാവകാശം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് പിന്തുടർച്ച അവകാശം, അനന്തരാവകാശം. ആ ഒരു സമയത്തുണ്ടായിരുന്ന ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, ഈ അനന്തരാവകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് നിയമങ്ങൾ വന്നിട്ടുണ്ട്. Law of social marriage has been claimed. The Kerala society was composed of Nair, Iravas, Maplas, etc. in Malabar and followed the matrilineal inheritance. കേരള സൊസൈറ്റിയിൽ പൊതുവെ നിലനിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു മാട്രിലിനിയൽ ഇൻഹെറിറ്റൻസ്. അതായത് അമ്മ വഴി, തായ് വഴി എന്നൊക്കെ പറയുന്നത് പോലെ പിന്തുടർച്ച അവകാശമൊക്കെ ലഭിക്കുന്നത്. ദ തറവാട് പ്രോപ്പർട്ടി വാസ് ഹാൻഡിൽഡ് ബൈ ദി കാരണവർ. കാരണവരായിരുന്നു തറവാട് പ്രോപ്പർട്ടീസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ചിൽഡ്രൻ, ആ കാരണവറിൻ്റെ മക്കൾക്കൊന്നും ആ പ്രോപ്പർട്ടിയിൽ യാതൊരുവിധ അധികാരമോ അവകാശമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദ മൂവ്മെൻറ്റ് ഫോർ ദി അബോളിഷ്മെൻറ്റ് ഓഫ് മാട്രിലിനിയൽ സിസ്റ്റം വാസ് ഫസ്റ്റ് ഹാൻഡിൽഡ് ബൈ ദി നായർ ഇൻ ട്രാവൻകൂർ. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് നായർ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇതിനെതിരായിട്ട് ഒരു മൂവ്മെൻറ്റ് വരാണ്. By this movement, it took the attention by the government. ഗവൺമെൻറ്റിൻ്റെ അറ്റൻഷൻ ഈ മൂവ്മെൻറ്റിന് ലഭിച്ചു. 1912 ഫസ്റ്റ് നായർ ആക്ട് പാസ്സായി. ബട്ട് ദിസ് ആക്ട് വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് ബൈ ദി മൂവ്മെൻറ്റ് ഓഫ് ലീഡേഴ്സ്. അതായത് ഈ ലീഡേഴ്സിനൊന്നും തന്നെ ആ ഒരു 1912 അവർ പാസ്സാക്കിയിട്ടുള്ള ആക്ട് തൃപ്തികരമായിരുന്നില്ല. അപ്പോൾ വീണ്ടും അവരെന്ത് ചെയ്തു? ഇതിനെതിരെ നടപടികളൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും 1925 സെക്കൻഡ് നായർ ആക്ട് വന്നു. അതിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വിച്ച് പ്രൊവൈഡ് ഇൻഡിവിജ്വൽ പാർട്ടീഷൻ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദർ ഈസ് നോ ക്ലെയിം ടു ദെയർ അങ്കിൾസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇങ്ങനൊരു, അതായത് ഇൻഡിവിജ്വൽ പാർട്ടീഷൻ പ്രൊവിഷനൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ അങ്കിൾസ് പ്രോപ്പർട്ടിയിൽ ക്ലെയിം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അതിനുശേഷം ദ ആക്ട് ഓൾസോ മെയ്ഡ് പൊളിഗമി ഇല്ലീഗൽ. അതായത് ബഹുഭാര്യാത്വം ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണെന്ന് അവർ പറഞ്ഞു. 1925 ഈഴവാസ് ആക്ട് വന്നു. അതുപോലെ 1926 വെള്ളല ആക്ടും വന്നു. ദീസ് ആക്ട്സ് ആർ പാസ്ഡ് ഫോർ മേക്കിംഗ് ചേഞ്ചസ് ഇൻ ഇൻഹെറിറ്റൻസ് ആൻഡ് ടു പ്രൊഹിബിറ്റ് പൊളിഗമി. അതായത് ഈ ഇൻഹെറിറ്റൻസിൽ ചേഞ്ചസ് വരുത്തുകയും അതുപോലെ തന്നെ ബഹുഭാര്യാത്വത്തിനെ എതിർക്കുകയുമാണ് ഈ ആക്ടുകളൊക്കെ ചെയ്തത്. 1919 to 1920 കാലഘട്ടത്തിൽ കൊച്ചിൻ നായർ റെഗുലേഷൻ ആക്ട് കൂടി വന്നു. This act is removing the autocrat of Karanavar and for partition in property. അതുപോലെ തന്നെ മാരേജ് ഷുഡ് ബി ലീഗലായിട്ടാണ് മാരേജുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഈക്വൽ റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ ആൻഡ് വൈഫ് ഇൻ ഫാദേഴ്സ് പ്രോപ്പർട്ടി. അതായത് അച്ഛൻ്റെ പ്രോപ്പർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ തന്നെ തുല്യമായിട്ടുള്ള അവകാശം ഒക്കെ ഈ 1919 അല്ലെങ്കിൽ 1920 കാലഘട്ടത്തിൽ വന്നിട്ടുള്ള കൊച്ചിൻ നായർ റെഗുലേഷൻ ആക്ട് പ്രകാരം വന്നിട്ടുള്ള മാറ്റമാണ്. 1937 to 1938 കാലഘട്ടത്തിൽ കൊച്ചിൻ നായർ ആക്ട് വീണ്ടും വന്നു. ദ ആക്ട് ഈസ് ഫോർ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റിംഗ് മാട്രിലിനിയൽ ആൻഡ് എൻഷുറിംഗ് ഈക്വൽ റൈറ്റ്സ് ഫോർ വൈഫ് ആൻഡ് ചിൽഡ്രൻ ഇൻ ദി ഫാദേഴ്സ് പ്രോപ്പർട്ടി. അപ്പോൾ കൊച്ചിൻ നായർ ആക്ടിലും ഇത് തന്നെയാണ് പറഞ്ഞത്. അച്ഛൻ്റെ പ്രോപ്പർട്ടീസിൽ വൈഫിനും ചിൽഡ്രനും ഈക്വൽ ആയിട്ടുള്ള അവകാശം നൽകി. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പാർട്ടീഷനും പൊളിഗമീനെയും പ്രൊഹിബിറ്റ് ചെയ്തതും ഈ ഒരു ആക്ട് പ്രകാരമാണ്. 1933 മദ്രാസ് നമ്പൂതിരി ആക്ട് വന്നു. അതായത് നമ്പൂതിരികളുടെയൊക്കെ വീടുകളെ നമ്മൾ ഇല്ലം എന്നാണ് പറയാം. അപ്പോൾ ദ ആക്ട് വാസ് റിലേറ്റഡ് ടു ചേഞ്ച് ദ ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡ് ഈക്വൽ റൈറ്റ്സ് ഫോർ എവറി മെമ്പേഴ്സ് ഇൻ ദി ഇല്ലം ഫോർ ഇല്ലം പ്രോപ്പർട്ടി. അതായത് ഒരു ഇല്ലത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഇല്ലത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ തുല്യ അവകാശമാണ് ഈ മദ്രാസ് നമ്പൂതിരി ആക്ട് പ്രകാരം കൊടുത്തത്. അപ്പോൾ ഇതെല്ലാമാണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട്
5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും അപ്പോൾ വരാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ. അപ്പോൾ മാക്സിമം ഇതിൻ്റെ ഓരോ ആക്റ്റും ഒക്കെ ഓർത്ത് വെക്കുക, അത് എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കാം. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ മാക്സിമം ആകെ 4-5 ടോപ്പിക്സ് ഉള്ളൂ. ഈ ടോപ്പിക്സ് എല്ലാം വളരെ വ്യക്തമായിട്ട് നോക്കുക കേട്ടോ.